കോടികൾ കോഴ വാങ്ങി ബാറുകളുടെ ലൈസൻസ് നീട്ടിക്കൊടുത്തു. പിണറായിയുടെ തൊലിക്കട്ടി അപാരം. കെ.സി. വേണുഗോപാൽ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോടികൾ മറിക്കുന്ന CPM അതിനുവേണ്ടി ബാർ മുതലാളിമാരിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിയാണ് സംസ്ഥാനത്തെ ബാറുകളുടെ ലൈസൻസ് നീട്ടിക്കൊടുത്തതെന്ന് AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ MP. കേന്ദ്ര ടൂറിസം വകുപ്പിന്റെ പരിശോധനയും ക്ലാസിഫിക്കേഷനും പൂർത്തിയാകുന്നതിന് മുമ്പാണ് സംസ്ഥാന സർക്കാർ അതീവ രഹസ്യമായി ബാറുകളുടെ ലൈസൻസ് പുതുക്കിക്കൊടുത്തത്. 2 വർഷമായി ക്ലാസിഫിക്കേഷൻ നടത്താത്ത ബാറുകൾ വരെ അതിലുണ്ട്. മാത്രമല്ല, ക്ലാസിഫിക്കേഷൻ അനുവദിക്കാനാവില്ലെന്നും ലൈസൻസ് പുതുക്കി കൊടുക്കരുതെന്നും എക്സൈസ് കമ്മീഷണർ നിർദ്ദേശിച്ച 200ഓളം ബാറുകൾക്ക് പോലും അതീവ രഹസ്യമായി കാലാവധി നീട്ടിക്കൊടുത്തിരിക്കുകയാണ്. ജ്ഞാനായ സഭയ്ക്ക് പുറത്തുള്ള കത്തോലിക്കരെ വിവാഹം കഴിച്ചാൽ സഭയിലെ അംഗത്വം നഷ്ടമാകില്ലെന്ന് ഹൈക്കോടതി. സ്വസമുദായ വിവാഹാചാരം പാലിക്കാത്തവരെ ജ്ഞാനായ സഭയിൽ നിന്ന് പുറത്താക്കാനാവില്ലെന്ന് ഹൈക്കോടതി. സമുദായത്തിന് പുറത്തുള്ളവരെ വിവാഹം കഴിച്ചാൽ സഭയിലെ അംഗത്വം നഷ്ടമാകില്ലെന്നും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്. ജ്ഞാനായ സമുദായത്തിന്റെ സ്വത്വവും പാരമ്പര്യവും സംരക്ഷിക്കാനാണ് സ്വസമുദായ വിവാഹ രീതി പിന്തുടരുന്നതെന്ന ജ്ഞാനായ കത്തോലിക്ക സഭയുടെ വാദം ഹൈക്കോടതി തള്ളി. ജസ്റ്റിസ് S. ഈശ്വരൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് വിധി. ഹരിപ്പാട് ക്ഷേത്രകുളത്തിൽ 12കാരൻ മുങ്ങി മരിച്ചു. ഹരിപ്പാട് പനച്ചമൂട് ക്ഷേത്രകുളത്തിൽ കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. നങ്ങ്യാർകുളങ്ങര UP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥി ചേലത്ത് തറയിൽ അക്ഷയാണ് മുങ്ങി മരിച്ചത്. 12 വയസ്സായിരുന്നു. സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് അപകടത്തിൽപ്പെട്ടത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. പ്രതിഭയ്ക്കെതിരായ അധിക്ഷേപത്തിൽ ഇർഷാദിനെതിരെ നടപടി. കായംകുളം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി U. പ്രതിഭ MLA-ക്കെതിരെ സ്ത്രീവിരുദ്ധ അധിക്ഷേപ പ്രസ്താവന നടത്തിയ ഇർഷാദ് ചക്കാലശ്ശേരിക്കെതിരെ നടപടിയെടുത്ത UDF-ഉം മുസ്ലിം ലീഗും. ഇർഷാദിനെ കായംകുളം നിയോജകമണ്ഡല ചെയർമാൻ സ്ഥാനത്തുനിന്നും UDF നീക്കിയപ്പോൾ അന്വേഷണ വിധേയമായി പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മുസ്ലിം ലീഗ് സസ്പെൻഡ് ചെയ്തു. കായംകുളം UDF ചെയർമാനായി മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി H. ബഷീർകുട്ടിയെ നിയമിച്ചതായും നേതൃത്വം അറിയിച്ചു. അമ്പലപ്പുഴയിൽ BJP UDF ഡീൽ. സുധാകരനെതിരെ സലാം. അമ്പലപ്പുഴയിൽ BJP UDF ഡീലുണ്ടെന്നാരോപിച്ച് LDF സ്ഥാനാർത്ഥി H. സലാം. 5000 BJP വോട്ട് കിട്ടുമെന്ന് G. സുധാകരൻ പറഞ്ഞെന്നും താനിത് നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണെന്നും H. സലാം പറഞ്ഞു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ആദ്യം നാട്ടുകാരെ പറ്റിച്ചെന്നും H. സലാം കൂട്ടിച്ചേർത്തു. സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തിന്റെ രക്ഷകർത്താവ് AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലാണെന്നും അദ്ദേഹം പറഞ്ഞു. കെ.സി. വേണുഗോപാൽ BJP വോട്ട് പരാമർശത്തിൽ മറുപടി പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജപ്തി ഭീഷണി ഒഴിഞ്ഞു. MK മുനീറിന്റെ വായ്പ അടച്ചു തീർത്തു. മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ MK മുനീറിന്റെ വായ്പ അടച്ചു തീർത്തു. മുസ്ലിം ലീഗ് നേതൃത്വമാണ് 49 ലക്ഷം രൂപ വായ്പ അടച്ചു തീർത്തത്. ലീഗിന്റെ അക്കൗണ്ടിൽ നിന്നാണ് കാലിക്കറ്റ് ടൗൺ സഹകരണ ബാങ്കിൽ പണമടച്ചത്. പാണക്കാട് സാദിഖലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും മുനീറുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. പിന്നാലെയാണ് മുസ്ലിം ലീഗ് പണമടച്ചത്. 30 വർഷത്തിലധികം നീണ്ട പാർലമെന്ററി രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്ന ലീഗ് നേതാവ് MK മുനീറിന് ബാക്കിയാവുന്നത് കടവും ജപ്തി നോട്ടീസും മറ്റു ബാധ്യതകളുമാണ്. 58 ലക്ഷം രൂപയുടെ വായ്പ മുടങ്ങിയതോടെ CH മുഹമ്മദ് കോയ പണിത നടക്കാവിലെ ക്രസന്റ് ഹൌസ് എന്ന വീടിനാണ് ജപ്തി നോട്ടീസ് ലഭിച്ചത്. ഏറ്റുമാനൂരിലെ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ച പ്രചാരണ ബോർഡുകളിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ചിത്രം ഇല്ലാത്തത് വിവാദമായി. സംഭവം വാർത്തയായതിനെ തുടർന്ന് ബോർഡ് നീക്കം ചെയ്തു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നത് ഏറെ തർക്കങ്ങൾക്കൊടുവിലാണ്. ഏറ്റുമാനൂരിൽ കോൺഗ്രസ് ആദ്യം നിശ്ചയിച്ചിരുന്ന സ്ഥാനാർത്ഥി ജോസഫ് വാഴക്കിനെ ഒഴിവാക്കി പിന്നീട് കാഞ്ഞിരപ്പള്ളിയിൽ നിയോഗിച്ചിരുന്ന DCC പ്രസിഡന്റ് നാട്ടകം സുരേഷിനെ ഏറ്റുമാനൂരിലേക്ക് നിശ്ചയിക്കുകയായിരുന്നു. ഇക്കാരണത്താൽ തന്നെ ഏറെ വൈകിയാണ് കോൺഗ്രസിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഏറ്റുമാനൂരിൽ ആരംഭിച്ചത്. 9ാം ക്ലാസ് പരീക്ഷയിൽ അച്ചടിച്ച ചോദ്യക്കടലാസിന് പകരം ഇമെയിൽ വഴി ചോദ്യങ്ങൾ നൽകിയ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോട് ജില്ലയിലെ ഒരു സ്കൂളിലാണ് സംഭവം റിപ്പോർട്ട് ചെയ്തത്. പരീക്ഷാ ഹാളിൽ വിദ്യാർത്ഥികൾക്ക് പതിവ് പോലെ ചോദ്യപേപ്പർ വിതരണം ചെയ്തിരുന്നില്ല. പകരം ഇമെയിൽ വഴി ലഭിച്ച ചോദ്യങ്ങൾ അധ്യാപകർ വായിച്ചു കൊടുത്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ഉത്തരമെഴുതാൻ നിർദ്ദേശം നൽകിയതായാണ് വിവരം. ഈ അസാധാരണ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ഒരുപോലെ ആശയക്കുഴപ്പത്തിലായി. ചോദ്യങ്ങൾ പൂർണ്ണമല്ലായിരുന്നുവെന്നും മുഴുവൻ മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നില്ലെന്നും പരാതികൾ ഉയർന്നിട്ടുണ്ട്. സംഭവം പുറത്തു വന്നതോടെ വ്യാപക വിമർശനമാണ് ഉയരുന്നത്. കൽപ്പറ്റ കോട്ടത്തറയിൽ UDF കൺവെൻഷനിടെ കയ്യാങ്കളി. പഞ്ചായത്ത് തല കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കിടെയാണ് പ്രവർത്തകർ ഏറ്റുമുട്ടിയത്. പ്രാദേശിക ലീഗ് നേതാക്കളിൽ ചിലരെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത്. പിന്നാലെ ഒഴിവാക്കിയവരെ ഉൾപ്പെടുത്തി കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു.
മുതിർന്ന കോൺഗ്രസ് നേതാവും രാജ്യസഭാ എംപിയുമായ സോണിയാഗാന്ധി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതിനെ തുടർന്ന് ദില്ലിയിലെ സർ ഗംഗാറാം ആശുപത്രിയിലാണ് സോണിയാഗാന്ധിയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. സോണിയാഗാന്ധിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. മക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ആശുപത്രിയിലുണ്ട്. കാലാവസ്ഥയിൽ പെട്ടെന്നുണ്ടായ മാറ്റമാണ് ശാരീരിക ബുദ്ധിമുട്ട് നേരിടാൻ കാരണമായതെന്നാണ് റിപ്പോർട്ട്.